ലോകത്തിലുള്ള അടിമകൾക്ക് മുഴുവൻ വിമോചനം വേണമെന്ന് ആഗ്രഹിക്കുകയും അടിമത്തത്തിനെതിരായി പോരാടുകയും ഒടുവിൽ അധികാരം ലഭിച്ചപ്പോൾ അടിമക്കച്ചവടം നിർത്തലാക്കുകയും ചെയ്ത മഹാനായ ഒരു വ്യക്തിയായിരുന്നു അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന അബ്രഹാം ലിങ്കൺ. അതുപോലെ ലോകത്തിലുള്ള അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിൻ്റെ വിമോചനത്തിന് വേണ്ടി പോരാടിയ ഒരു വ്യക്തിയായിരുന്നു മഹാനായ കാറൽ മാക്സ്. ബ്രിട്ടീഷ് ആധിപത്യത്തിൽ ആയിരുന്ന ഇന്ത്യയിലെ ജനതയുടെ വിടുതലിന് വേണ്ടി പോരാടിയ മഹാനായ വ്യക്തിയായിരുന്നു മഹാത്മാഗാന്ധി. അത്തരത്തിൽ ഒത്തിരി വിമോചന പോരാളികളെ നമുക്ക് ലോകചരിത്രത്തിൽ കാണുവാൻ കഴിയുന്നു. എന്നാൽ ഈ വിമോചന പോരാളികൾക്കെല്ലാമുള്ള ഒരു പൊതുവായ ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ, ഇത്തരം വിമോചന പോരാളികളെല്ലാം തന്നെ ഒരു ദിവസം മരണം വഴിയായി ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അവരെല്ലാം മരണത്തിന് കീഴടങ്ങി. എന്നാൽ ലോകത്തിൽ മുഴുവനും മാനവജനതയുടെ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കുവാൻ ലോകത്തിലേക്ക് വന്ന ഒരു വിമോചന പോരാളിയായിരുന്നു യേശുക്രിസ്തു. മറ്റ് വിമോചന പോരാളികളിൽ നിന്ന് യേശുക്രിസ്തുവിനെ വ്യത്യസ്തനാക്കുന്നതെന്ന് ചോദിച്ചാൽ, യേശുക്രിസ്തു മരിച്ച് മൺമറഞ്ഞു പോയില്ല, മരണത്തെ ജയിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. അതുകൊണ്ട് യേശുവിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഇന്ന് നിത്യമാകുന്ന പ്രത്യാശയുണ്ട്. ആ യേശുവിൻ്റെ സാന്നിധ്യം ഓരോ ദൈവ പൈതലിനെയും വളരെ പ്രത്യാശഭരിതനാക്കി മാറ്റുന്നു. ആ യേശുവിലുള്ള പ്രത്യാശ നിങ്ങളുടെ ജീവിതത്തെ വ്യത്യസ്ത തലത്തിലേക്ക് എത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.